മറ്റാരുണ്ട് LDF അല്ലാതെ? പ്രചാരണത്തിന്റെ അവസാന ലാപ്പിൽ 2018 മഹാപ്രളയത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷ നേതാക്കളുടെ വാക്പോര്. പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്നും കരിമണൽ ലോബിക്ക് വേണ്ടിയാണ് പ്രളയമുണ്ടാക്കിയത് എന്നും മാത്യു കുഴൽനാടൻ MLA. മാത്യു ടി തോമസിനെ കുറ്റപ്പെടുത്തുന്ന മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ഓഡിയോ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടു. തോട്ടപ്പള്ളി സ്പിൽവേ എന്താ തുറക്കാതിരുന്നു? ഒരു മാസം മുമ്പ് തുറക്കേണ്ടതാണ്. അതിന് എത്ര രൂപ കിട്ടും? എല്ലാ ചെലവും കഴിഞ്ഞ് ഒരു 300 കോടി എങ്കിലും കിട്ടും. 500 കോടിന് വിൽക്കും, 300 കോടിന് കിട്ടും. അവന് വേണ്ടിയാണ് തുറക്കാണ്ടായത്. ജോഷി പറഞ്ഞ ചീഫ് എഞ്ചിനീയറും നമ്മുടെ കളിച്ചിരിക്കുന്നത് ജോർജ് തോമസിന്റെ പെങ്ങളും മാത്യുട്ടിയും കൂടി ഇരുന്ന് ആലോചിച്ചിട്ടാണ് അപ്പണിയൊക്കെ ചെയ്തത്. അഴിമതി നടന്നു. അവന്റെ പുണ്യവാനൊക്കെ ഉണ്ടല്ലോ. ഇനി അവൻ അങ്ങനെ പുണ്യവാനൊന്നും ചാവേണ്ട. മണിയാറ് വെള്ളം നിറയ്ക്കലേ ഇല്ല എപ്പോഴും. എന്താ വെച്ചാൽ പെൻസ്റ്റോക്ക് പൈപ്പ് കൂടെ മുകളിൽ കൃത്യമായി ഒഴുകി വരുന്നത് ഇവിടെയും ഒഴുകി വരുന്നത് എടുക്കുക. ഇപ്രാവശ്യം എന്താ വെച്ചാൽ ഈ കരാറുകാരന് വേണ്ടി ആ വെള്ളത്തിനെ നിറച്ചു. അവിടെ നിറയ്ക്കാനേ പാടില്ല. അവിടെ ഷട്ടറിട്ട് നിറച്ചപ്പോ ഗതികേട്ടിന് എന്ത് അറിയോ? ഒരു മരം വന്ന് പുഴങ്ങി അതിന്റെ ഉള്ളിൽ ക്രോസ് ആയി കിടന്നു. അത് വലിക്കാൻ പറ്റണ്ടായി. അവരെത്ര ലാഭം കിട്ടി? ഇതിന്റെ വെള്ളം തുറക്കണ്ടയോ ഒക്കെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെക്രട്ടറി ആരാണ്? ഇറിഗേഷന്റെ ചീഫ് എഞ്ചിനീയറാണ് ജോഷി കണ്ണി MP. ഇവർക്കൊക്കെ വെള്ളം നിറയ്ക്കാനുള്ള സൗകര്യം കൊടുത്തു. ആ വെള്ളം നിറച്ചു കൊടുത്ത് 8 കോടി രൂപയാണ് അവർക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കിയത് പുതുതായി പ്രൈവറ്റ് കമ്പനിക്ക്. എന്നിട്ട് വെള്ളം ഓവറായി വന്നപ്പോ അടിയിലെ സ്ലൂയിസ് തുറന്നതാണ് ചെങ്ങന്നൂരും ഇവിടെ എല്ലാം നശിക്കാൻ കാരണം. തോട്ടപ്പള്ളി സ്പിൽവേയിലെ മണ്ണ് സേവ് ചെയ്യാൻ വേണ്ടി ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്രകാരം ഉത്തരവിറക്കിയത് പിണറായി വിജയൻ. വെള്ളം റിലീസ് ചെയ്യരുതെന്ന് പറഞ്ഞത് മാത്യു ടി തോമസ്. ഇത് ചെറിയതല്ല. ഇത് 1-2 കോടിയുടെ 5-10 കോടിയുടെ ഏർപ്പാടല്ല. ഹൺഡ്രഡ്സ് ഓഫ് ക്രോഡ്സിന്റെ ഇടപാടാണ്. തോട്ടപ്പള്ളി സ്പിൽവേ തുറക്കാതെ വെച്ചുകൊണ്ടിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പഴയ ജലസേചന വകുപ്പ് മന്ത്രി പറയുകയാണ്. ആ മണ്ണ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി. ഗവൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കീഴിലുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിൽ പറഞ്ഞ അതേ കാര്യം പ്രവൃത്തിയിൽ ചെയ്തത് അതിന് കോടികൾ ലാഭമുണ്ടായി എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. കേരളം തകർന്നതല്ല, ഇവർ തകർത്ത് തരിപ്പണമാക്കിയതാണ്. ശബ്ദരേഖ കൃത്രിമമാണ് എന്നാണ് കൃഷ്ണൻകുട്ടിയുടെയും മാത്യു ടി തോമസിന്റെയും മറുപടി. കൃത്രിമ രേഖയുണ്ടാക്കിയതിന് നിയമ നടപടി സ്വീകരിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഉള്ളത് കൊണ്ട് എന്താണെന്നുള്ളതിന് ഞാൻ അങ്ങനെ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല, ശ്രദ്ധയുമില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടുമില്ല എന്നാണ് എൻ്റെ വിശ്വാസം. പിന്നെ തിരഞ്ഞെടുപ്പ് അതല്ലാതെ ഈ സമയത്ത് പിന്നെ വേറെന്താ ലക്ഷ്യം? അതല്ലേ ലക്ഷ്യമുണ്ടല്ലോ, മാത്യു ടിയെ വന്ന് മോശമാക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമല്ലേ, അല്ലാണ്ട് വേറെന്താ ഉള്ളത്? സ്വാഭാവിക ഇലക്ഷന് വേണ്ടി ഉണ്ടാക്കിയൊരു വാർത്തയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് PA ഉള്ളത് കൊണ്ട് എങ്ങനെ വേണമെങ്കിലും പറയാലോ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് എങ്ങനെ വേണമെങ്കിലും ആരുടെ സൗണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം. ഇങ്ങനെ ഒരു ആരോപണം വന്നപ്പോൾ IIT കുറിച്ച് അന്വേഷിക്കാൻ പറ്റല്ലോ. IIT വളരെ ക്ലിയർ. IIT ഞങ്ങളുടെ കീഴിലല്ലല്ലോ, കേന്ദ്ര ഗവൺമെന്റ് കീഴിലല്ലേ. അവർ വളരെ വിശദമായ റിപ്പോർട്ട് അന്വേഷിച്ചിട്ട് മഴക്കെടുതിയാണെന്ന് കാരണം പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ നാട്ടിൽ പ്രളയമുണ്ടായത് അതിതീവ്ര മഴ കൊണ്ട് മാത്രമാണ് എന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷനും ചെന്നൈ IITയും ശാസ്ത്രീയ പഠനം നടത്തി വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. വെള്ളപ്പൊക്ക സാധ്യത ഉണ്ടായപ്പോൾ തന്നെ അത് തുറന്നു വെച്ചു. ഞാൻ തന്നെ അവിടെ പോയി. വെള്ളപ്പൊക്കത്തിന് മുമ്പേ ഞാൻ അവിടെ പോയി അത് തുറന്നു വെപ്പിച്ചതാണ്. ഒരു ഉദ്യോഗസ്ഥന് അതിന്റെ ഉത്തരവാദിത്തമില്ല. അത് തുറന്നു വെച്ചിരുന്നതാണ്. അതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ശബ്ദ സന്ദേശം എന്ന് പറയുന്നത് കൃത്രിമമാണ്. അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കും. മാത്യു കുഴൽനാടന്റെ ആരോപണം നിഷേധിച്ച മേരി മാതാ കമ്പനിയും രംഗത്തെത്തി. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അർജുൻ, വലിയ ആരോപണങ്ങളാണ്. സ്വകാര്യ കമ്പനിയിൽ നിന്ന് കോടികൾ കൈപ്പറ്റി, അതിനുവേണ്ടി മനുഷ്യനിർമ്മിതമായ ദുരന്തമുണ്ടാക്കി, ഗൂഢാലോചന നടത്തി തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് ഉന്നയിക്കപ്പെടുന്നത്. ഈ 2018 പ്രളയം മനുഷ്യനിർമ്മിതമാണ് എന്ന ആരോപണം അന്നു മുതൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ്. അതിന് സാധുത നൽകുന്നൊരു ശബ്ദ സന്ദേശമാണോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്? കൃത്രിമമാണ് എന്ന മറുവാദമുണ്ട് എങ്കിലും ഉറപ്പായും മാധു, തെരഞ്ഞെടുപ്പിന് തലേ ദിവസമാണ് ഇങ്ങനൊരു ഗുരുതരമായ ആരോപണം മാത്യു കുഴൽനാടൻ MLA ഉന്നയിക്കുന്നത്. ജനതാദളിലെ ഒരു പ്രഭാത് എന്ന ഒരു നേതാവിനെ ഒപ്പമിരുത്തിക്കൊണ്ടായിരുന്നു ഈ ആരോപണം ഉന്നയിക്കുന്നത്. അതായത് ഒന്നാം പിണറായി സർക്കാരിലെ ജലസേചന വകുപ്പ് മന്ത്രിയും ഇപ്പോഴത്തെ വൈദ്യുതി വകുപ്പ് മന്ത്രിയുമായ കെ കൃഷ്ണൻകുട്ടിയുടെ ഒരു ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത്. ഈ ശബ്ദരേഖയിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയുന്നത്. 2018 പ്രളയത്തിന് കാരണമായത് 3 കാരണങ്ങളാണ്. അതിലൊന്ന് തോട്ടപ്പള്ളി സ്പിൽവേയാണ്. അത് തുറക്കാൻ 1 മാസം മുമ്പ് തുറക്കേണ്ടിയിരുന്നു. പക്ഷേ ഈ കരിമണൽ ലോബിക്ക് വേണ്ടി 1 മാസം മുൻപ് തുറക്കേണ്ടിയിരുന്ന ആ സ്പിൽവേ തുറന്നിട്ടില്ല എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിൽ വലിയ ലാഭം
മാത്യു ടി തോമസിനും അതോടൊപ്പം തന്നെ ജോഷി എന്ന ചീഫ് എഞ്ചിനീയർക്കും അതോടൊപ്പം തന്നെ മറ്റൊരു നേതാവിനും ലഭിച്ചു എന്നതാണ് ഗുരുതരമായ ആരോപണം. അതോടൊപ്പം തന്നെ മറ്റൊന്ന് മണിയാറിലെ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ ആ ഡാമിലേക്ക് വെള്ളം നിറക്കാൻ പാടില്ല, പക്ഷേ കരാർ കമ്പനിക്ക് വേണ്ടി അവിടെ ഡാമിൽ വെള്ളം നിറക്കുകയാണ് ചെയ്തത്. അതും ചെങ്ങന്നൂർ അടക്കമുള്ള മേഖലകളിൽ പ്രളയത്തിന് ഇടയാക്കി. മനുഷ്യത്വമായ ദുരിതമാണ് എന്ന ആരോപണം ആണ് ഇപ്പോൾ കൃഷ്ണൻകുട്ടിയുടെ ശബ്ദ സന്ദേശം പുറത്തുവിട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ ഉന്നയിച്ചത്.